പോയി വരുമ്പോൾ എന്തുകൊണ്ടുവരും? പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനത്തെ കേട്ടോ കുഞ്ഞേച്ചി, എന്റെ ഒരു കുഴപ്പമില്ല. എന്റെ നല്ല കാലത്തിനാണോ കഷ്ടകാലത്തിനാണോ അറിയൂല. അനിയത്തിയോട് പറഞ്ഞു ഒരു ഇസ്ത്രിപ്പെട്ടി അയൺ ബോക്സ് വേണം, ഈ ഒന്ന് ഓർഡർ ചെയ്ത് തരുമെന്ന്. എന്നുവെച്ചാൽ നല്ല കമ്പനിയൊക്കെ നോക്കി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് തരല് അനിയത്തി കേട്ടോ. ഞാൻ ഓർഡർ ചെയ്താൽ നന്നാവൂല, എനിക്കൊരു ടെൻഷനാ. ഞാൻ ഓർഡർ ചെയ്താൽ തന്നെ ഓൾ അതിന് കുറ്റം പറയും, നല്ല കമ്പനിയല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു കുഞ്ഞേച്ചിയാ എന്റെ എത്ര രൂപയുള്ള അയൺ ബോക്സ് മേടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഒരു 1500 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങണമെന്ന്. ഓള് പറഞ്ഞു ആ പൈസക്കാണൊക്കെ ഒരു ഇസ്തിരി പെട്ടി പിന്നെ ഡ്രസ്സും തിന്നാനും എന്തേലും ഞാൻ മേടിച്ചു തരാം, എന്റെ കൂടെ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോയാണ്. ഒറ്റയ്ക്ക് എടുത്ത് പറയാൻ കാരണം ഞാൻ എപ്പൊ പോകുമ്പോഴും കിണി പോലെ 2 എണ്ണം എന്റെ കൂടെ ഉണ്ടാവൂലോ മക്കള്. ഇത്തവണ അനിയത്തി പറഞ്ഞു മക്കളെ കൂട്ടാണ്ടവാ, ഒറ്റയ്ക്ക് വന്നിട്ട് വേണല്ലോ അണക്ക് പഠിയാ. എപ്പോഴും ഇപ്പൊ കുട്ടികൾ എന്റെ ഒപ്പം ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. ഓല് വലുതാവുകയാണ്, ഓല പാട്ടിന് പോവും. അപ്പൊ അണക്ക് ഒറ്റയ്ക്ക് വന്നിട്ടും പോയിട്ടൊക്കെ ശീലാവട്ടെ എന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോയിട്ടുള്ളത് പെരിന്തൽമണ്ണ നെസ്റ്റോയിലേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നെസ്റ്റോയ്ക്ക് പോണത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, സൗണ്ട് പോയി കിടക്കുകയാണ്, ചങ്കുവേദനയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞും കൂട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റൂല, സ്പേസ് കുറവാണ് ഫോണില്. അപ്പൊ ഇതങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടാലോചിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ, സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ. എന്റെ സൗണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സമയത്ത് എന്നുവെച്ചാൽ ഈ ഒച്ചടപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ തന്നെ ചിലവര് കേൾക്കുമ്പോ എന്തോ പോലെയാണ്, ചേച്ചി ഒരു ഒച്ചടങ്ങ പോലെ സംസാരിക്കണ അങ്ങനെയൊക്കെ പറയണവരുണ്ട്. അങ്ങനെ പറയുമ്പോ എന്താ പറയുക, നമുക്ക് ചെറിയൊരു ഇത് തോന്നൂലോ, കൊടി ഒച്ചയും കൂടി അടച്ചാ പിന്നെ പറയും വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്നേ പറയുള്ളൂ, ഭഗവാൻ തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഭഗവാന്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് എനിക്കൊരു ആയിട്ടല്ല തോന്നണമെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഭഗവാൻ ഒത്തിരി നല്ല നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അത്ര നല്ല സൗണ്ടും ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. കൂട്ടത്തിൽ ഞാൻ എന്നെ പറയുന്നവർക്ക് ഒരു റിപ്ലൈ തന്നേ ഉള്ളൂ. നമ്മളുടെ കാര്യം ഇതൊന്നല്ല, നമ്മള് നെസ്റ്റോയിൽ വന്ന പർച്ചേസിങ് തന്നെയാണ്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അയൺ ബോക്സ് ആയിരുന്നു ലക്ഷ്യം, അത് ഞാൻ മേടിച്ചു. 499 രൂപയായേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കാണാൻ വേണ്ടി പോയി. ഇവിടെ വന്നപ്പോഴോ ഞാൻ കാണാത്ത കഴിക്കാത്ത ഒക്കെ ഒത്തിരി പച്ചക്കറികളും പഴങ്ങളും. ഇതിലുള്ള അവക്കാഡോ ആണ് നമ്മള് ടേസ്റ്റ് നോക്കാത്ത സാധനം. ഇത് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ, ഇതൊരിക്കൽ കഴിച്ചിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യമായിട്ട് വാങ്ങിച്ചു വന്നുള്ളൂ. അത് അത്ര അങ്ങ് പിടിച്ചില്ല ഞങ്ങക്ക്. ജസ്റ്റ് അതിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതിനോടുള്ള ഇഷ്ടം അവിടെ നിർത്തിയിട്ടോ. ഇതുവരെ തോനെടുക്കാതിരിക്കാൻ പറ്റുമോ? അത് അടുത്ത ട്രിപ്പിന് മേടിക്കാം. ഇത് മേടിക്കണം സാധനം. ഇതെന്താ? ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടോ? അല്ല, ഇത് ചെറിയ ടൊമാറ്റോ ആണ്. അല്ല, ഞാൻ അതാ വിചാരിച്ചു. ഇത് ഞാൻ തിന്നിട്ടില്ല. ഇത് ഞാൻ തിന്നുന്നു. ഇത് ഞാൻ തിന്നിട്ടില്ല. ഇത് മല്ലിച്ചപ്പല്ലേ? അല്ല, അത് ഞാൻ തിന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഇത് ഞാൻ തിന്നിട്ടില്ല. ബേബിക്കോൺ. ഇതോ അറിയാത്ത സാധനം. ഇതൊക്കെ എന്താ? എന്തൊക്കെ പേര് പറഞ്ഞിട്ട് മനസ്സിലാവും കൂടെ ചെയ്തില്ല. പക്ഷെ ഞാൻ അറിയാത്ത ഇതുപോലുള്ള ഐറ്റംസ് ജസ്റ്റ് ഒരു വട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇതിന്റെ രുചിയൊന്നും അറിയണമല്ലോ. അങ്ങനെ അപ്പൊ നമ്മൾ ആ സെക്ഷനിൽ നിന്ന് അവക്കാഡോ ഒരു 4 എണ്ണം എടുത്തു. എന്നിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ ആക്കിയത്. മീനുകളൊക്കെ വന്ന് നോക്കി നോക്കുമ്പോ കടൽ തീരം പോലെ ഫ്രഷ് മീൻ ഇങ്ങനെ ഇരിക്കുക. അനിക്കാൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഇറച്ചിയുടെ മാങ്ങയും കരലും ഇല്ലേ, വേറെ നല്ല വൃത്തിയാക്കി. വേണമെങ്കിൽ മസാല പുരട്ടിയതുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും നെസ്റ്റോ ഇതുവരെ കാണാത്തോണ്ട് പോവാത്തോണ്ടാണോ അറിയില്ല. കാരണം നമുക്ക് എന്താ പറയാ, എല്ലാവിധ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കുഞ്ഞു റേറ്റിനൊക്കെ കുറേശ്ശെ ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതെല്ലാം പർച്ചേസ് ചെയ്തു. വേറെ കുറെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി വേറെ വീഡിയോയില് കാണിക്കാം. അപ്പൊ പിന്നെ വൈകിട്ട് വീട്ടിലെത്തി. ഇതാ എന്റെ മോട്ടിവേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത് ജ്യൂസ് ഒന്നുമല്ല, നല്ല പഴുത്ത മാങ്ങക്കറിയാണ്. അപ്പൊ അതൊരു പുറത്ത് കഴിക്കുന്നുണ്ട്, ഒരു പുറത്ത് ക്ലാസ് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണാനും പിന്നെ
അവർ പറയുന്ന കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനൊക്കെ. നെസ്റ്റോയിൽ പോയിട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയത് കേട്ടോ. പറഞ്ഞില്ലായിരുന്നു അച്ഛക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ തലനാള് ഞാൻ എന്താക്കി, കുറച്ച് രസവും വെച്ചു, ചൂതാമീൻ മേടിച്ചിട്ട് അതിന്റെ തലയും കൊണ്ട് കൂട്ടാനും വെച്ചു, ബാക്കി മീൻ വറുക്കുകയും ചെയ്തു. എന്നാ പിന്നെ 2 ദിവസത്തേക്ക് കൂട്ടാനൊക്കെ ആയല്ലോ. ഇറച്ചിയും കൂടി മേടിച്ച് പെൻച്ചൊക്കെയാണ് ഓർത്തിയാണ്. എന്നാ ഉണ്ണിയൊക്കെ നല്ല ഇഷ്ടാവൂലോ അത് 2 കഷ്ണം അങ്ങനെ വറുത്താല്. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പുറത്ത് നമ്മളെ വീട്ടുകാരൊക്കെ ഉണ്ട്, ഓല് ഭക്ഷണമൊക്കെ കൊടുക്കും. എന്നാലും ഇങ്ങനെ ഇവിടെ ആക്കി വെച്ച് പോകുമ്പോ ഒരു സമാധാനം. ഞാൻ വെറുതെ ആക്കി വെച്ച് പോവട്ടോ. അവർക്ക് 3 നേരത്തിലുള്ള ഭക്ഷണം ഓരോ വല്യമ്മന്നെയാണ് കൊടുക്കല്. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ പണികളൊക്കെ ഒരുക്കി വെച്ചു. തൊട്ടടുത്ത നാള് രാവിലെ നേരത്തെ പോണ്ടല്ലേ. നമ്മളെ അടുക്കളപ്പുറത്ത് ഷീറ്റ് മേങ്ങോടെ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മളൊരു കുഞ്ഞ് അടുക്കളയാക്കി മാറ്റാൻ പോവുകയാണ്. ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാന് വ്ളോഗിൽ ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ തറപ്പണി ഇത് അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വീതന റേക്കും ഒക്കെ കട്ടി, പിന്നെ ഇതിനിങ്ങനെ ഗ്രില്ലിന്റെ കൂടൊക്കെ ഇടണ്ടേ. കുറേയേറെ പണികളുണ്ട്. മെല്ലെ 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 ഇങ്ങനെ ചെയ്യാച്ചിട്ടാണ്. ഇപ്പൊ തൽക്കാലം മണ്ണൊക്കെ ഇട്ട് പൊതുക്കി അങ്ങനെ ഇട്ടിരിക്കുക, നല്ലോണം ഉണങ്ങട്ടെ, എന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാച്ചിട്ടാണ്. മഴ പെയ്യണേന്റെ മുന്നേ അങ്ങോട്ട് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നെസ്റ്റോയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് അവിടെ പോയിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായിട്ടോ. എന്താ അറിയോ, എനിക്കത് അവിടെ നിന്നല്ല ഏത് മാള് പോയാലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എസ്കലേറ്ററിൽ കയറൂലേ. അതൊക്കെ ഇഷ്ടേയില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ എന്റെ അനിയത്തി ഭൂതം എന്നെ അതില് നിർബന്ധിച്ച് കയറ്റു കേട്ടോ. ഇവിടെ എന്റെ അടുത്ത് പറയാണ്, ഇവിടെ അങ്ങനെ സാധാ കോണിയില്ല, ലിഫ്റ്റും ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ ഞാൻ എന്താക്കാനാ, ഞാൻ നേരത്തെ അത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. മറ്റേ സൈഡില് വേറൊരു സൈഡിൽ ഉണ്ടായിരുന്നു ലിഫ്റ്റ്, അത് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് കണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കോണി കണ്ടാലും ശരി, ഓൾ പിന്നെ അതിൽ കയറാൻ സമ്മതിക്കൂല. അങ്ങോട്ട് കയറുമ്പോ മാത്രല്ല കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓളിനായിട്ട് തന്നെ നല്ലതാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണതും അതുപോലെ അതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ്. നമ്മൾക്കൊക്കെ പേടി ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ കുട്ടികളും അതില് ഫസ്റ്റ് ടൈം കയറുമ്പോ ഒന്നും ഒരു പേടി ഉണ്ടാവില്ല, ഒരു കൂളായിട്ട് കയറിപ്പോവും. അതാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത. നമ്മളെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് ആദ്യം എല്ലാം ഒരു പേടിയായിരിക്കും, പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിക്കോളൂ അല്ലെ. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞു വരണത്. തൊട്ടടുത്ത ദിവസം സർജറിക്ക് പോവാണ്. ഇന്നിപ്പോ പർച്ചേസിങ്ങും ഒക്കെ ആയിരുന്നല്ലോ. ഇവർക്കൊന്നും ഒരു പേടിയില്ലേ എന്നാർക്കൂലേ. അച്ഛക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരു കുഞ്ഞു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കൂട്ട അച്ഛക്ക് എന്ത് വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ അതൊക്കെ കൂളായിട്ട് എടുക്കുന്ന ആളാണ്. അച്ഛൻ എപ്പോഴും പറയും എന്തിനാ പേടിക്കേണ്ട ആവശ്യമില്ല ഉള്ളത്. സാധാരണ ആ ഒരു ധൈര്യത്തിന്റെ ഒരു ഉഷാറ് നമുക്ക് ഉണ്ടെങ്കിലും ഉള്ളിൽ ഇപ്പൊ ടെൻഷനും ആദ്യം ഇല്ലായിരിക്കൂലോ ആർക്കും. ഞാന് എപ്പോഴും വിചാരിക്കുന്നത് ഭഗവാൻ കൂടെ ഉണ്ട്, ഭഗവാൻ നമ്മളെ കൊടുക്കില്ല, ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയൊരു സർജറി ആണ് അത്, എന്താ പറയാ, താക്കോൽദ്വാര ശസ്ത്രക്രിയ, ഓപ്പൺ സർജറി അല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തിരിച്ചു വീട്ടിലേക്കും പോവാം. അപ്പൊ അതിന്റെ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു ടെൻഷൻ ഇല്ലാണ്ടാണ് ഈ ദിവസങ്ങളെ ഞങ്ങള് അതിജീവിച്ചെന്ന് പറയാം. കുറച്ച് വിശേഷങ്ങളായിട്ടാണെങ്കിലും ഇങ്ങനെ 1-2 ദിവസം ഡെയിലി ഒക്കെ ഓരോ വ്ളോഗുമായിട്ട് വരണമെന്ന് ഭയങ്കര പൂതിയുണ്ട്. ഇതിന് മെനക്കെടണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കൂടി ഒക്കണമല്ലോ, എല്ലാം ശരിയാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടണമെങ്കിൽ നമ്മളെയും കൂടെ ചേർക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.